ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിങ്ങു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എഗ് മഞ്ചൂരിയൻ ആണ്. അപ്പോൾ ഈ ടേസ്റ്റിയായ എഗ് മഞ്ചൂരിയൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുട്ട എടുക്കാവുന്നതാണ്. ഇത് ഓരോന്നായിട്ട് നമുക്ക് പാത്രത്തിലോട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എല്ലാ മുട്ടയും ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ പിങ്ക് സാൾട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു ഫോർക്ക് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഇതുപോലെ ഒരു പാത്രമാണ് എടുത്തേക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലാസ് ബൗൾ എടുക്കുക. ഇനി ഇതിൽ എണ്ണയൊക്കെ നന്നായിട്ട് തടവിയ ശേഷം ഈ കൂട്ടത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ മുട്ടയുടെ കൂട്ടൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്കൊരു റിങ് ഇറക്കി കൊടുക്കുക. അതിലേക്ക് നമ്മുടെ മുട്ടയുടെ കൂട്ടിൻ്റെ പാത്രം ഒന്ന് വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് കൊടുക്കുക. ഇനി ഇതൊരു 15 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് ഇവിടെ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഞാനപ്പോൾ ഇതിൽ നിന്ന് പതുക്കെ പുറത്തെടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരു കത്തി വെച്ച് എൻ്റെ സൈഡൊക്കെ ഒന്ന് വിടുവിച്ചെടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുട്ടയുടെ കൂട്ട് ഇതുപോലെ വിട്ടുപോരും. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി തന്നെ മുറിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുറിച്ചെടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ചെറിയ ചെറിയ ഹോൾസ് ഉള്ളത് കൊണ്ട് നമ്മുടെ മസാലയൊക്കെ പെട്ടെന്ന് ഇതിനകത്ത് പിടിച്ച് കിട്ടും. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 2 സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. അധികം വെള്ളം ആവാൻ പാടില്ല. ഈ ഒരു പരുവത്തിൽ കലക്കിയെടുക്കുക. നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ പരുവല്ലേ, ആ ഒരു പരുവത്തിൽ കലക്കിയെടുക്കുക. ഇനി ഓരോന്നും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടാകുമ്പോൾ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മുടെ മുട്ടയുടെ കൂട്ട് മാവിൽ മുക്കി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതുപോലെ ഓരോന്നും ഇട്ട് കൊടുക്കുക. ഇപ്പോൾ മുട്ടയുടെ കൂട്ടെല്ലാം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സൈഡ് ഫ്രൈ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ മുട്ടയുടെ ഒരു സൈഡ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി മറു സൈഡും കൂടി ഫ്രൈ ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ മുട്ടയൊക്കെ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് കോരി മാറ്റാം. ഇപ്പോൾ മുട്ടയൊക്കെ ഇവിടെ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് മഞ്ചൂരിയൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞതും കൂടിയാണ് ചേർക്കുന്നത്. ഇഞ്ചി നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അരിഞ്ഞെടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ 2 വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ പച്ച ക്യാപ്സിക്കമാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണോ ഉള്ളത് അതെടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ക്യാപ്സിക്കം നല്ല വെന്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ സോയാ സോസാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർക്കുന്നുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർക്കുന്നുണ്ട്.
അപ്പോൾ ഇവയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് സോയാ സോസ് ആണ് ഉള്ളതെങ്കിൽ 1 സ്പൂൺ ചേർത്താൽ മതിയാകും. ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ കോൺഫ്ലവറിൽ 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് കലക്കി വെച്ചേക്കാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല, ഡ്രൈ ആയിട്ട് തന്നെ എടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1/2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു നിറത്തിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ കളർ ചേർത്താലും മതിയാകും. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. മുട്ടയുടെ എല്ലാ ഭാഗത്തേക്കും ഈ സോസൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. സോസൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1/2 സ്പൂൺ ചതച്ച കുരുമുളകാണ് ചേർക്കുന്നത്. ചതച്ച കുരുമുളക് ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു ചേരുവയും കൂടി ചേർക്കാനുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയനൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റിയായ എഗ് മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.